ഹരേ രാമ ഹരേ കൃഷ്ണ. രാഹുവിൻ്റെ മാന്ത്രിക ശക്തിയാൽ ഒരു വർഷം ജീവിതത്തിൽ അപ്രതീക്ഷിത നേട്ടം കാത്തിരിക്കുന്നത് ഈ 5 രാശിക്കാരെയാണ്. ഇനി ഈ 5 രാശിക്കാരുടെ ജീവിതം പച്ചപിടിക്കും. സമ്പന്നതയുടെ നാളുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. തൊട്ടതെല്ലാം പൊന്നാകുവാൻ പോകുന്നു. ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം ജനുവരി 1 പുതുവത്സരം ആരംഭിക്കുന്നുണ്ടെങ്കിലും ഹിന്ദു പുതുവത്സരം അന്നല്ല. വിക്രം സമ്പത്ത് 2081 എന്നറിയപ്പെടുന്ന ഹിന്ദു പുതുവർഷം 2024 ഏപ്രിൽ 9 മുതൽ ആരംഭിച്ചിരിക്കുന്നു. ജ്യോതിഷപ്രകാരം ഈ പുതുവർഷം വളരെയധികം പ്രധാനപ്പെട്ടതാണ്. രാഹു ഈ സമയം മീനരാശിയിലായിരിക്കും. ഹിന്ദു പുതുവർഷത്തിൽ മീനരാശിയിൽ സഞ്ചരിക്കുന്ന രാഹുവിൻ്റെ സ്വാധീനം കാരണം ചില രാശിക്കാരുടെ ജീവിതത്തിൽ വളരെയധികം അപ്രതീക്ഷിത നേട്ടങ്ങളാണ് വന്നു ചേരുവാൻ പോകുന്നത്. രാഹുവിൻ്റെ സ്വാധീനത്താൽ നിങ്ങൾ 5 രാശിക്കാർ സമ്പന്നരാകാൻ പോകുന്നു. ഇനി ഏതൊക്കെ രാശിക്കാരിലാണ് ഈ സമ്പന്ന യോഗം വന്നു ചേരുന്നത് എന്ന് നോക്കാം. ആദ്യം മേടം രാശിക്കാരാണ്. മേടം രാശിയിലെ ആളുകൾക്ക് ഈ പുതുവർഷം പണം സമ്പാദിക്കുവാനുള്ള നിരവധി ശുഭകരമായ അവസരങ്ങൾ രാഹു സൃഷ്ടിക്കും. തൊഴിലിലും ബിസിനസ്സിലും രാഹുവിൻ്റെ വളരെയധികം മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. ബിസിനസ്സിലെ നിങ്ങളുടെ സമ്പാദ്യം വളരെയധികം നേട്ടം കൊയ്യും. പെട്ടെന്നുള്ള സമ്പാദ്യത്തിന് നിങ്ങളുടെ മുന്നിൽ വളരെയധികം അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ മുടങ്ങിക്കിടക്കുന്ന പല പദ്ധതികളും ഈ സമയത്ത് പുനരാരംഭിക്കുവാനും സാധിക്കുന്നതാണ്. നിങ്ങളുടെ കുടുംബാന്തരീക്ഷം വളരെയധികം സന്തോഷത്തിലും മികച്ച നിലയിലുമായി തീരും. സാമ്പത്തികമായി യാതൊരു ബുദ്ധിമുട്ടുകളും ഈ കാലയളവിൽ മേടം രാശിക്കാർക്ക് വന്നു ചേരില്ല. അടുത്തത് കന്നി രാശിക്കാരാണ്. കന്നി രാശിക്കാർക്ക് വളരെയധികം നേട്ടങ്ങളും പുരോഗതിയും കൈവരുന്ന ഒരു വർഷമായിരിക്കും ഇത്. അതിനായി രാഹുവിൻ്റെ സംക്രമണം തുടരും. ഈ വർഷം നിങ്ങൾക്ക് നിരവധി മികച്ച ജോലി ഓഫറുകൾ വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ വരുമാനം വളരെയധികം വർദ്ധിക്കും. ജോലിയിൽ നിങ്ങളുടെ ശമ്പളവും വളരെയധികം വർദ്ധിക്കും. ഇതുവരെ തൊഴിൽ രഹിതരായിരുന്ന ആളുകൾക്ക് ഈ സമയം മികച്ച ജോലി വന്നു ചേരുന്നതാണ്. പുതിയ ബന്ധങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം വന്നു ചേരും. വിദേശത്തേക്ക് പോകുവാനുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങളും ശ്രമങ്ങളും വിജയിക്കും. കൂടാതെ നിങ്ങൾക്ക് പുതിയ ബിസിനസ് ആരംഭിക്കുവാനും അതിലൂടെ വലിയ സാമ്പത്തിക നേട്ടം കൈവരിക്കുവാനും സാധിക്കുന്ന ഒരു വർഷമാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അടുത്തത് തുലാം രാശിക്കാരാണ്. തുലാം രാശിക്കാർക്ക് ഈ വർഷം പണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും രാഹു നിങ്ങളെ സഹായിക്കുന്നതാണ്. പല സ്രോതസ്സുകളിൽ നിന്നും നിങ്ങൾക്ക് സാമ്പത്തികമായ വളരെയധികം ഉന്നമനം വന്നു ചേരും. നിങ്ങളുടെ ആരോഗ്യം ഈ വർഷം വളരെ മികച്ച രീതിയിലായിരിക്കും. ഒരു പുതിയ വീടോ കാറോ വാങ്ങുന്നതിനായി ആലോചിക്കുന്നവർക്ക് ഈ സമയം അവരുടെ ആഗ്രഹം സാധ്യമാകും. നിങ്ങളുടെ കുടുംബത്തിൽ പുതിയ സന്തോഷം വന്നു ചേരുന്നതാണ്. ഈ വർഷം നിങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും വന്നു ചേരും. ഈ വർഷത്തിൽ നിങ്ങൾ ബിസിനസ് പങ്കാളികളാണെങ്കിൽ, പണം നിക്ഷേപിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സാമ്പത്തിക ലാഭം വന്നു ചേരുന്നതാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വൃശ്ചിക രാശിക്കാർക്ക് രാഹുവിൻ്റെ ഇപ്പോഴത്തെ സ്ഥാനം വളരെ ഭാഗ്യം സമ്മാനിക്കുന്നതാണ്. പൂർണ്ണ അർപ്പണ ബോധത്തോടെ ചെയ്യുന്ന ഏത് ജോലിയും നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ പലതും ഈ സമയത്ത് സഫലമാക്കുകയും ചെയ്യും. ഈ വർഷം ജോലി സംബന്ധിച്ച് നിങ്ങൾക്ക് നല്ല വാർത്തകൾ വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ പ്രണയ ജീവിതം ഈ വർഷം വളരെയധികം സന്തോഷത്തിലും സമാധാനത്തിലുമായിരിക്കും. നിങ്ങളുടെ ബന്ധം വിവാഹത്തിൽ വരെ എത്തിയേക്കുന്ന അവസ്ഥ വന്നു ചേരുവാൻ ഇടയുണ്ട്. നിങ്ങളുടെ വീട്ടിലെ ഗൃഹാന്തരീക്ഷം വളരെയധികം മികച്ച നിലയിലായിരിക്കും. സാമ്പത്തികമായി നിങ്ങളെ യാതൊരുവിധ പ്രശ്നങ്ങളും അലട്ടുന്ന ഒരു സമയമല്ല. സാമ്പത്തികമായ ഉയർച്ചയാണ് വൃശ്ചികം രാശിക്കാർക്ക് ഈ രാഹുവിൻ്റെ സ്ഥാനമാറ്റം മൂലം വന്നു ചേരുവാൻ പോകുന്നത്.
അടുത്തത് ധനു രാശിക്കാരാണ്. ധനു രാശിക്കാർക്ക് രാഹു ഈ വർഷം ധനു രാശിയോട് വളരെയധികം ദയ കാണിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ തീർപ്പാക്കാത്ത എല്ലാ ജോലികളും പൂർത്തീകരിക്കുവാൻ സാധിക്കും. വസ്തു സംബന്ധമായ കാര്യങ്ങളിൽ വളരെയധികം വിജയം നിങ്ങൾക്ക് നേടുവാൻ പറ്റിയ സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത്. പഴയ കേസുകളിലും നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും. പുതിയ ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് ഈ സമയം നല്ല വാർത്തകൾ ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് പുതിയ ബിസിനസ് ആരംഭിക്കുവാനും സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുന്ന ആളുകൾക്ക് അതിലൂടെ വലിയ നേട്ടം കൊയ്യുവാനും അവസരം വന്നുചേരും. വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും വിദ്യാർത്ഥികൾക്കും നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കിട്ടുന്ന ഒരു വർഷമാണ് വന്നെത്തിയിരിക്കുന്നത്. ഈ വർഷം അവിവാഹിതർക്ക് വിവാഹത്തിന് സാധ്യതയുണ്ട്. എല്ലാ രീതിയിലും ധനു രാശിക്കാർക്കും അപ്രതീക്ഷിത മാറ്റം മൂലം ഒരു വർഷത്തേക്ക് ജീവിതത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കാത്ത മാറ്റമാണ് വന്നു ചേരുന്നത്. ഇനി ഈ 5 രാശിക്കാർക്ക് ജീവിതത്തിൽ ഉയർച്ച മാത്രമായിരിക്കും. ഇനി നിങ്ങളെ പിടിച്ചാൽ കിട്ടില്ല. പണം വന്നു കൂടും. എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹവും കടാക്ഷവും വന്നു ചേരട്ടെ.